ഹനാൻ ഷാനായിട്ട് വർക്ക് ചെയ്തതിൽ ഏറ്റവും ഫേവറേറ്റ് വർക്ക് ചെയ്താ ഇപ്പൊ ഇത്രയും ചെയ്തു? അകമേ. അകമേ എന്തായാലും ഇപ്പൊ ട്രെൻഡിങ് ആണ്. പടാവും. കാതങ്ങൾ ഞാൻ പോകവേ നിൻ പാദങ്ങൾ ഞാൻ തേടവേ അലയാനി നീടമില്ലാതെ വലയുകയായി നീയില്ലാതെ അലയാനി നീടമില്ലാതെ വലയുകയായി നീയില്ലാതെ താന താനാന ദീവാന നീ താന താന താനാന ദീവാന നീ താന അകമേ അകമേ പതിയെ പതിയെ അകമേ അകമേ പതിയെ. സൗണ്ട് പോകുന്നുണ്ടല്ലേ? ഓക്കെ. മുത്തുവിന് ആക്ടിങ്ങിൽ താല്പര്യമുണ്ടോ? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. മേനെ പ്യാർ കിയയിലെ അവസാനം ചെറിയൊരു ഭാഗം, വളരെ ചെറിയൊരു ഭാഗം അഭിനയിക്കാൻ താല്പര്യമൊക്കെ തന്നെയാണ്. എത്രത്തോളം എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ഇതുവരെ സംസാരിച്ചതിൽ വെച്ചിട്ട് മുത്തു എല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കാണുന്നത്. അതെ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുന്നേ? ഞാൻ ഭയങ്കര സീരിയസ് ആണെന്ന് ആളെല്ലാരും പറയാം. ഭയങ്കര സിമ്പിൾ ആയിട്ടാ എന്താണെങ്കിലും ചെയ്യാം, ഓക്കെയാണ്, അത് ടാസ്ക് അല്ല. അത് അങ്ങനെ ആ ഭാഗത്ത് ഓക്കെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളെയും ഞാൻ എടുക്കുന്നത് സീരിയസ് ആയിട്ട് എടുക്കും. ഇനി അപ്പോ ആക്ടിങ്ങിലോട്ടാണോ അതോ മ്യൂസിക് ആണോ, ഏതായിരിക്കും? ആക്ടിങ്ങിലോട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇതാ ഞാൻ പറഞ്ഞേ, ഇല്ല സീരിയസ്. ആക്ടിങ്ങിലോട്ട് അങ്ങനെ പോണമെന്ന് ചെയ്യും, തോന്നിയാൽ ചെയ്യും. അപ്പോൾ മേനെ പ്യാർ കിയയിൽ ചെറിയൊരു ഭാഗം ചെയ്തില്ല, അതുപോലെ വരും സിനിമകളിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനകത്തൊരു പാർട്ടാവണം, സ്ക്രീനിലൊരു പാർട്ടാവണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അത് സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കും, സംഭവിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. പിന്നെ പാട്ട് ചെയ്തുകൊണ്ടായിരിക്കും, പാട്ടായിരിക്കും എപ്പോഴും കൂടെ. അതെ. മുത്തുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞ ആരാണ് മുത്തു എന്ന് ചോദിച്ചാൽ മുത്തു എന്ന് പറയുന്ന ഒരു ആൻസർ എന്തായിരിക്കും? ഒരു ആത്മാവ് വന്നപ്പോ തൊട്ട് സോളിൽ പിടിച്ചിരിക്കുക അല്ലേ? അത്രേ ഉള്ളൂ, അതിലുപരി എന്ത് പറയാൻ. ഈ എഴുത്തുകാരനായോണ്ടാണോ കുറച്ച് ആധികാരികമായി ചിന്തിക്കുന്നത്? അല്ലല്ല, ഞാൻ പാട്ടിൽ എഴുതുന്നതിന് മുമ്പേ ഈ വിഷയങ്ങളിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ ട്രാവൽ ചെയ്യുന്നതൊക്കെ കൂടുതലും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു, കുറച്ച് ആത്മീയപരമായിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അതിൽ പോയതിൽ ഫേവറേറ്റ് പ്ലേസ് ഏതായിരുന്നു ഇതുവരെ ട്രാവൽ ചെയ്തതിൽ വെച്ച്? അജ്മീർ, രാജസ്ഥാൻ ഭയങ്കര ഫേവറേറ്റ് ആണ്. അജ്മീറിൽ സ്ഥിരം നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സാധനമുണ്ട്. ഈ 1-2 ദിവസമൊക്കെ വന്ന് പോകുന്ന ആൾക്കാർക്ക് അത് കിട്ടൂല. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സൂഫി ഗ്യാതറിങ് നടക്കുന്ന സ്പേസാണ് അജ്മീർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനുള്ളത് അത് ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടൂല. കുറേ നാൾ കണ്ടിന്യൂസ് നിൽക്കുമ്പോഴും അവിടുത്തെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും രാത്രി എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴും ഒക്കെ അത് മനസ്സിലാവുള്ളൂ. അങ്ങനെ എനിക്ക് ഒരുപാടൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല, 8 മാസമൊക്കെ കണ്ടിന്യൂസ് അവിടെ ഉണ്ട്. അത് റിലേറ്റ് ചെയ്തൊന്നും എഴുതിയില്ലേ? ഉണ്ട്. അജ്മീറിൽ ഞാൻ വെച്ച് എഴുതിയ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. ഒരു കവാലി മൂഡിൽ മലയാളത്തിൽ എഴുതിയ പാട്ടുകൾ. ലിറിക്സ് ഓർമ്മയുണ്ടോ? ഞാൻ പാടാം. അജ്മീറിലെ പാട്ടുകൾ അജ്മീറിൽ വെച്ച് ചെയ്തൊരു പാട്ടുണ്ട്, അത് പാടാം.